ഹലോ മകളെ, ഇന്നൊരു അക്കൗണ്ടിങ് സീരീസിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ പാർട്ടാണ്. റെഡി? അപ്പോൾ നമുക്ക് എന്താണ് ഈ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഷോർട്സ് ആക്കി പഠിക്കാം. അതിന്റെ ഒന്നാമത്തെ പാർട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യമായി നമ്മൾ പഠിക്കേണ്ട കാര്യം അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ശ്രദ്ധിച്ചോ മക്കളെ. യെസ്, ഇൻ 1941 AICPA അല്ലെ എന്താണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻസ്. അവരാണെന്ന് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കണം. യെസ്, അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് അല്ലെ. ആദ്യം പറഞ്ഞത് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കലയാണ് എന്നാണ് അല്ലെ. എന്തിന്റെ കലയാണ്? നോക്കിക്കോ. റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ അല്ലെ. കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്യുക, then അതിൽ നിന്ന് സമ്മറി ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെ. എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കലയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്തിനെയാണ് ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്നാണ് അല്ലെ. നമ്മളെ ബിസിനസ്സിൽ നടക്കുന്ന എന്താണ് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള എന്തെങ്കിലും ഇവന്റ്സിനെയോ ട്രാൻസാക്ഷനെയോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതിൽ നിന്ന് എന്താണ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് അല്ലെ. അത് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്ന കലയെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്തെന്ന് നമ്മുടെ AICPA നമ്മളെ അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക മക്കൾ, പഠിക്കുക. നമുക്ക് അത്യാവശ്യം അത്രയ്ക്കും എന്താണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും. റെഡി? യെസ്. അപ്പോൾ മക്കളെ, ഇങ്ങനെ നമുക്ക് എന്താക്കാം, ഇനിയും അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സീരീസ് ആയിട്ട് പഠിക്കാം. മക്കൾക്ക് സീരീസ് വേണമെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ.